എല്ലാ ശാലോൻ TV പ്രേക്ഷകർക്കും വായനയുടെ ലോകമെന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അമ്മ മാസികയിലൂടെ വളരെ സുപരിചിതയായ ഒരു എഴുത്തുകാരിയാണ് സിസ്റ്റർ ശോഭ CSN. വളരെ മനോഹരങ്ങളായ ലേഖനങ്ങളിലൂടെ നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ഒട്ടേറെ രചനകൾ സിസ്റ്ററിൻ്റേതായി പുറത്തു വന്നിട്ടുണ്ട്. അമ്മ മാസികയിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയൽ ബോർഡിലെ ലേഖനങ്ങളെല്ലാം കൂടെ സമാഹരിച്ച് അനുയാത്ര എന്ന പേരിൽ കൊച്ചിയിലുള്ള തിയോ ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകം നമ്മുടെ ആധ്യാത്മിക വായനകളെ നവീകരിക്കുവാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ മനോഹരങ്ങളായ ദർശനങ്ങൾ കൊണ്ടും എന്നാൽ വളരെ ലളിതസുന്ദരമായ ആഖ്യാന ശൈലി കൊണ്ടും എന്നും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് സിസ്റ്റർ ശോഭ. തിരുവചനത്തിൻ്റെ ഉൾക്കാമ്പുകളിലേക്ക് വളരെ സാവധാനം നടത്തുന്ന ഓരോ യാത്രകളിൽ നിന്നും സിസ്റ്റർ സ്വീകരിച്ചെടുക്കുന്ന ചില ഉൾക്കാഴ്ചകളെ വായനക്കാരുമായി പങ്കുവയ്ക്കുകയാണ് ഈ ഗ്രന്ഥത്തിലൂടെ ഈ എഴുത്തുകാരി. അനുയാത്ര എന്ന ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ പ്രസിദ്ധനായ കവിയും എഴുത്തുകാരനും നോവലിസ്റ്റുമൊക്കെയായ VG തമ്പി മാഷാണ്. അദ്ദേഹം ഈ പുസ്തകത്തെപ്പറ്റി നടത്തുന്ന നിരീക്ഷണം വളരെ പ്രസക്തമാണ്. ഒറ്റയടിപ്പാതയും അതിജീവനവും അനുയാത്രയും ചേർന്നുള്ള സിസ്റ്റർ ശോഭയുടെ ധ്യാനലഹരിയാർന്ന വാക്കുകളിൽ യേശുവിൻ്റെ ജ്ഞാന സൗന്ദര്യമാണ് തരളിതമാകുന്നത്, ആവർത്തന ഭംഗിയോടെ ചുറ്റിലും ഒഴുകിപ്പരക്കുന്നത്. ജലം പോലെ സുന്ദരമാണത്, ഒന്നുമായും പോരാടുന്നില്ല. ഇരുളിൽ ഇരിക്കുന്ന വിത്തുകൾ വെളിച്ചത്തിലേക്ക് പിളർന്നു വരുന്നത് പോലെ, വേരും തണ്ടും ഇലയുമായി വളർന്നു വരുന്നത് പോലെ ഓരോരുത്തരുടെയും ഉള്ളിൽ വാസമുറപ്പിച്ച യേശുവിനെ സ്പർശിക്കുവാനാണ് സിസ്റ്റർ ശോഭയുടെ ഈ അനുയാത്ര. നനുത്ത നൂലിഴകൾ കൊണ്ട് പൊട്ടിപ്പോകാതെ നെയ്തെടുത്ത ഈ പട്ടുതൂവാലിയിൽ ഒരമ്മയുടെ ഹൃദയകാന്തി മുഴുവനുമുണ്ട്. അവതാരികയിൽ പറഞ്ഞതുപോലെയുള്ള ഒരു അനുഭവമാണ് ഈ ഗ്രന്ഥം വായിച്ച് മുന്നോട്ടു പോകുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നതും. ഒരമ്മയുടെ മനസ്സോടുകൂടെ മക്കളോട് നടത്തുന്ന സ്നേഹവാത്സല്യം പോലെ മധുരമനോഹരമായ മൊഴികളുടെ ഒരു ശേഖരണമാണ് ഈ ഗ്രന്ഥം. ചില പുസ്തകങ്ങൾ എങ്ങനെയാണ്, അത് ലാളിത്യത്തെക്കുറിച്ചും നിഷ്കളങ്കതയെക്കുറിച്ചുമൊക്കെയാണ് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക. പാണ്ഡിത്യത്തിൻ്റെ ഗർഭമൊന്നുമില്ലാതെ ഇങ്ങനെ സാധാരണക്കാരോട് സാധാരണമായ ഭാഷയിൽ സംവദിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഈശ്വര സാന്നിധ്യമുള്ള എഴുത്തുകാർക്ക് മാത്രം സാധിക്കുന്ന ഒരു രചനാശൈലിയാണ് എന്ന് ഈ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ ഏറെ ആനന്ദിപ്പിച്ചതും ഈ ഒരു വസ്തുതയാണ്. വലിയ ബുദ്ധിജീവി നാട്യങ്ങൾ ഈ പുസ്തകത്തിനില്ല, അല്ലെങ്കിൽ ആശയങ്ങൾ കൊണ്ട് വായനക്കാരൻ്റെ ഹൃദയത്തെ അത് മടുപ്പിക്കുന്നില്ല. വ്യാഖ്യാനത്തിൻ്റെ സങ്കീർണതകൾ ഈ പുസ്തകത്തിന് അവകാശപ്പെടാനില്ല. എന്നാൽ സഹജമായൊരു സൗന്ദര്യം, ഒരു ലാവണ്യാത്മകത, ഒരു ആധ്യാത്മികതയുടെ മനോഹരമായ സ്പർശം ഈ ഗ്രന്ഥത്തിൻ്റെ ഓരോ വരികളിലും വായിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നത് വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ വരികളിലെല്ലാം അഗാധമായൊരു സൗന്ദര്യമുണ്ട്. ക്രിസ്തു സ്നേഹത്തിലൂടെ അനുയാത്ര ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയ തുടിപ്പുകൾ ഈ ഗ്രന്ഥത്തിലെ ഓരോ വരികളിലും ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. വിശ്വാസത്തിൻ്റെയും ഇടർച്ചയുടെയുമൊക്കെ വഴികളെ ശുഭപ്രതീക്ഷയോടുകൂടെ നേരിട്ടുകൊണ്ട് വരും കാലത്തേക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് ഒരു അതിജീവനത്തിൻ്റെ ഭാഷ്യം ഈ ഗ്രന്ഥത്തിൽ ഉടനീളമുള്ളതായി എനിക്ക് അനുഭവപ്പെടുവാൻ സാധിച്ചു. ധ്യാനത്തിൻ്റെ ലാവണ്യമുള്ള ഈ ഗ്രന്ഥം തീർച്ചയായും നമ്മുടെ ആധ്യാത്മിക വായനാ സങ്കല്പങ്ങളെ നവീകരിക്കുവാൻ പര്യാപ്തമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യും. ബൈബിളിൽ നാം കണ്ടുമുട്ടിയ പലരുടെയും ജീവിതങ്ങൾ ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ പരാമർശവിധേയമാകുന്നുണ്ട്.
ഈ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം അനുയാത്ര എന്ന തലവാചകത്തോടു കൂടിയാണ് ആരംഭിക്കുക. എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കാം എന്ന ഉറപ്പാണ് ക്രിസ്തു ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ സാന്ത്വനം. ക്രിസ്തുവിൻ്റെ അവസാനത്തെ മൊഴിയായിട്ടാണ് വിശുദ്ധ മത്തായി അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ സത്യം തന്നെയെന്ന് പറഞ്ഞ ഒരാളത് പറയുമ്പോൾ അതൊരു ഭംഗിവാക്കാവാൻ ഇടയില്ല. ഈ ചെറിയ ജീവിതത്തിൻ്റെ സഹയാത്രികനായി ദൈവം ഉണ്ട് എന്നതിൽ കവിഞ്ഞ് വേറെ എന്ത് സാന്ത്വനമാണ് നമുക്ക് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ എഴുത്തുകാരി തൻ്റെ എഴുത്ത് ആരംഭിക്കുന്നത്. ദൈവം എപ്പോഴും നമ്മോടൊപ്പം അനുയാത്ര നടത്തുന്ന ഒരു സ്നേഹസ്വാന്തനമാണ് എന്ന് ഒരു ശുഭാപ്തി വിശ്വാസം പകർന്നു നൽകിക്കൊണ്ട് ആധ്യാത്മികതയുടെ പുതിയ പടവുകളിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുകയാണ് ഈ എഴുത്തുകാരി. പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം എൻ്റെ കൂടെയില്ല എന്ന് പരിഭവപ്പെടുന്നവർക്കുള്ള ഉത്തരമായി ഈ ആദ്യ ലേഖനം തന്നെ മാറുകയാണ്. ദൈവം കൂടെ ആയിരുന്നതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെന്ന അവബോധം കൂടി ഉണ്ടെങ്കിലേ ഈ സാന്നിധ്യത്തിൻ്റെ സാന്ത്വനം നമുക്ക് അനുഭവിക്കാനാവൂ എന്ന് ഈ എഴുത്തുകാരി കുറിക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുന്ന മനുഷ്യൻ ഉന്നയിക്കുന്ന ഒരു പരിഭവമാണ്, എൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന്. ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെ ഒരു സ്നേഹസാന്ത്വനമായി ഉണ്ട് എന്നിരിക്കെ ആ സ്നേഹ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ നമ്മൾ വൈമനസ്യം കാണിക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവം കൂടെയില്ലെന്ന്. ഈ തെറ്റിദ്ധാരണയെ മറികടക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഈ ലേഖനത്തിലൂടെ എഴുത്തുകാരി നമുക്ക് മുമ്പിലേക്ക് വെളിപ്പെടുത്തുന്നത്. തീർച്ചയായും നമ്മുടെ കൂടെ ദൈവം എപ്പോഴും ഉണ്ട് എന്നുള്ള ആ അവബോധം നമ്മൾ നേടിയെടുക്കണമെങ്കിൽ അവനോട് കൂടെ ആയിരിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അവനോടുകൂടെ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുമൊക്കെ വളരെ വ്യക്തതയോടുകൂടെ ഈ എഴുത്തുകാരി ഒരു കൃത്യമായ ആശയം നമുക്ക് പകർന്നു നൽകുകയാണ്. സദാ കൂടെ നടക്കുന്ന അപ്പനാണ് ദൈവമെന്ന വെളിച്ചം കിട്ടിയാൽ ഏത് പ്രതിസന്ധിയാണ് നമുക്ക് നേരിടാനാകാത്തത്? തെല്ല് ശ്രദ്ധയും ഏകാഗ്രതയും ധ്യാനവുമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ആ വെളിച്ചം ലഭിക്കും എന്ന് എഴുത്തുകാരി കുറിക്കുമ്പോൾ അത് വലിയ ഒരു സാന്ത്വന വചസ്സായി മാറുകയാണ്. കടുത്ത ഏകാന്തതയെ നേരിടാൻ ചില ആളുകൾ ബഹളം വയ്ക്കുന്നത് പോലെ ദൈവത്തോട് മുഖാമുഖം ഏകാന്തതയിൽ നമ്മളെ തന്നെ നിർത്തുന്നതിന് ധൈര്യമില്ലാത്തതുകൊണ്ട് പ്രാർത്ഥനയുടെ ആരവങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ ആഴ്ത്തുകയാണ്. അതിനിടയിൽ എങ്ങനെ നമുക്ക് നമ്മെ തന്നെയോ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ കാണാൻ കഴിയും? പലപ്പോഴും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ പരിഭവങ്ങൾ പറയാനുള്ള അവസരങ്ങളായി മാത്രം നമ്മൾ പ്രാർത്ഥനയെ വില കുറച്ച് കാണിക്കുന്നതിനെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടെ എഴുത്തുകാരി ഇവിടെ സൂചിപ്പിക്കുകയാണ്. കടുത്ത ഏകാന്തതയെ നേരിടുവാൻ ചില ആളുകൾ ബഹളം വയ്ക്കുന്നത് പോലെ ദൈവത്തോട് മുഖാമുഖം ഏകാന്തതയിൽ നമ്മളെ തന്നെ നിർത്തുന്നതിന് ധൈര്യമില്ലാത്തതുകൊണ്ട് പ്രാർത്ഥനയുടെ ആരവങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ ആഴ്ത്തുകയാണ്. അതിനിടയിൽ എങ്ങനെ നമുക്ക് നമ്മെ തന്നെയോ ഉള്ളിലുള്ള ആ ചൈതന്യത്തെയോ കാണാൻ കഴിയും എന്ന് എഴുത്തുകാരി ചോദിക്കുന്നു. പലപ്പോഴും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകേണ്ട നമ്മൾ ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുവാൻ മനസ്സ് കാണിക്കാത്തതുകൊണ്ട് ആരവങ്ങളിലും ബഹളങ്ങളിലുമൊക്കെ നമ്മുടെ ആധ്യാത്മിക സങ്കല്പങ്ങൾ അകപ്പെട്ടു പോകുന്നു എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലായി ഈ ലേഖനം മാറുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥന എത്രമേൽ അനിവാര്യമാണെന്നും അത് ചുമ്മാ ബഹളം വയ്ക്കലല്ല, മറിച്ച് ദൈവസാന്നിധ്യത്തിൻ്റെ അവബോധത്തെ തിരിച്ചറിയാനുള്ള നിശബ്ദമായ നിമിഷങ്ങളാണ്. അങ്ങനെയാകണം പ്രാർത്ഥനയെന്ന് വളരെ സ്നേഹത്തോടുകൂടി ഈ എഴുത്തുകാരി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സദാ കൂടെ നടക്കുന്ന അപ്പനാണ് ദൈവമെന്ന വെളിച്ചം കിട്ടിയാൽ ഏത് പ്രതിസന്ധിയാണ് നമുക്ക് നേരിടാനാകാത്തത്? തെല്ല് ശ്രദ്ധയും ഏകാഗ്രതയും ധ്യാനവുമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ആ വെളിച്ചം ലഭിക്കും എന്ന് ഈ ഗ്രന്ഥകർത്താവ് ഇവിടെ കുറിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥനയാകുന്ന ധ്യാനത്തിലൂടെ ദൈവസാന്നിധ്യത്തെ അനുസ്മരിച്ചാൽ അവൻ്റെ പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള ഒരു ശക്തി ലഭിക്കുമെന്നുള്ള ആത്മീയ വെളിച്ചമാണ് ഈ വരികളിലൂടെ പ്രകടമാക്കപ്പെടുന്നത്. പലപ്പോഴും കടുത്ത ഏകാന്തതയിലൂടെയൊക്കെ കടന്നു പോകുന്ന മനുഷ്യൻ മനസ്സിലാക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. പ്രാർത്ഥനയിൽ അവനോടൊപ്പം കൂട്ടിരിക്കുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ ഏകാന്തതകളെ ഭംഗിയായി നമുക്ക്
അതിജീവിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എഴുത്തുകാരി. കടുത്ത ഏകാന്തതയെ നേരിടാൻ ചില ആളുകൾ ബഹളം വയ്ക്കുന്നത് പോലെ ദൈവത്തോട് മുഖാമുഖം ഏകാന്തതയിൽ നമ്മളെ തന്നെ നിർത്തുന്നതിന് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ ആരവങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ആഴ്ത്തുന്നത് എന്ന് ഇവിടെ കുറിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ആരവങ്ങളിൽ അഭിരമിക്കാനുള്ള ഒരു വഴിയല്ല എന്നും, മറിച്ച് ദൈവത്തോട് സ്നേഹസംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവനോടൊപ്പം ഇരിക്കാനുള്ള ഒരു ധൈര്യമാണ്, അവനെ മുഖാമുഖം ദർശിക്കാനുള്ള ഒരു ആത്മധൈര്യമാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒരാൾ തന്നെ തന്നെ കാണുകയെന്നാൽ തന്നിലുള്ള ദൈവാംശത്തെ കണ്ടെത്തുക എന്നാണ് അർത്ഥം. ഈ കണ്ടെത്തൽ സാധ്യമാകുന്നത് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ് എന്നുള്ള കൃത്യമായ അവബോധമാണ് ഈ ലേഖനത്തിലൂടെ ഈ എഴുത്തുകാരി നമുക്ക് പകർന്നു നൽകുക. ഈ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ സന്ദേഹം എന്ന പേരിലുള്ള ഒരു ലേഖനമാണ് നമ്മൾ കണ്ടുമുട്ടുക. വിശുദ്ധ തോമസിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിശ്വാസത്തിൽ വിവേകത്തിൻ്റെ പ്രസക്തിയെ വളരെ ഹൃദ്യമായി ഗ്രന്ഥകർത്താവ് ഇവിടെ വരച്ചിടുകയാണ്. എന്തിനേയും അകക്കണ്ണുകൊണ്ട് കാണുന്നതിനുള്ള കഴിവ് വിശ്വാസ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ള ഹൃദ്യമായൊരു ഓർമ്മപ്പെടുത്തൽ വിശുദ്ധ തോമസിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി എഴുത്തുകാരി പങ്കുവയ്ക്കുകയാണ്. അത്ഭുതങ്ങളിൽ അഭിരമിക്കുന്നതല്ല യഥാർത്ഥ വിശ്വാസമെന്നും, മറിച്ച് അത്ഭുതങ്ങൾക്കും ഉപരിയായി ക്രിസ്തുവിലേക്ക് ഒരു വഴി വെട്ടിത്തെളിക്കലാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അകക്കാമ്പെന്നും ഈ ലേഖനത്തിലൂടെ ഈ എഴുത്തുകാരി പറഞ്ഞു വയ്ക്കുന്നു. ഭക്തി വളരെ എളുപ്പത്തിൽ ഉന്മാദത്തിലേക്ക് വഴുതി മാറാം എന്നൊരു കെണികൂടിയുണ്ട്. ഭക്തി പ്രകടനങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാലത്തിൽ ആത്മീയ മേഖലയിൽ നമ്മൾ കുറെ കൂടി ജാഗ്രതയുള്ളവരാകേണ്ടതുണ്ട്. പിശാച് പോലും മാലാഖിയായി വേഷം കെട്ടാറുണ്ടെന്ന് പൗലോസിൻ്റെ വാക്കുകൾ ഓർമ്മിക്കണം എന്ന് ഈ എഴുത്തുകാരി നമ്മളോട് പറയുകയാണ്. പലപ്പോഴും വിശ്വാസ ജീവിതത്തിലേക്ക് അമിതമായ വൈകാരികത കടന്നു വരുമ്പോൾ അത് ആത്മീയ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചാണ് ഈ ലേഖനത്തിലൂടെ എഴുത്തുകാരി പറഞ്ഞു വയ്ക്കുന്നത്. ആലംബം എന്ന പേരിൽ ഈ ഗ്രന്ഥത്തിൽ മറ്റൊരു ലേഖനം, വളരെ ഹൃദയസ്പർശിയായ ലേഖനം ഗ്രന്ഥകർത്താവ് എഴുതിയിട്ടുണ്ട്. നിരാലംബതയായിരിക്കണം മനുഷ്യൻ കടന്നുപോയേക്കാവുന്ന ഏറ്റവും വലിയ സങ്കടമെന്നാണ് ആ ലേഖനം ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള കുറേയധികം ജന്മങ്ങളെ എടുത്തു കാട്ടിക്കൊണ്ട് ഒരു മനുഷ്യൻ എത്രമേൽ ആശ്രയത്വത്തിൽ വളരുന്നവനാണ് എന്നും, ഈ ആശ്രയത്വങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവൻ്റെ ജീവിതം എത്രമേൽ അനിശ്ചിതത്വത്തിന് വഴിമാറുമെന്നുമുള്ള യാഥാർത്ഥ്യത്തെ നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ ആശ്രയമായി മാറണമെന്നുള്ള വലിയൊരു ആത്മീയ ബോധ്യം ഈ ലേഖനത്തിലൂടെ ഗ്രന്ഥകർത്താവ് പകർന്നു നൽകുകയാണ്. പുറപ്പാട് യാത്രയിൽ ദൈവം മനുഷ്യന് കാവലാകുന്നത് എങ്ങനെയെന്ന് നോക്കുക. പകൽ തണലേകുന്ന മേഘത്തൂണായും രാത്രി പ്രകാശമേകുന്ന അഗ്നിസ്തംഭമായും ദൈവം കൂടെ നടക്കുന്നു. പകലും രാത്രിയും അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല അത്, മരുഭൂമിയിലെ പൊള്ളുന്ന ചൂടിൽ നിന്നും കത്തുന്ന തണുപ്പിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം കൂടിയായിരുന്നു അത്. ജീവിതത്തിൻ്റെ കൊടും വേനലിലും ഇരുട്ടിലും ദൈവം തണലായും പ്രകാശമായും മനുഷ്യനെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ നിലവുകളെയാണ് ഈ ലേഖനം നമുക്ക് മുമ്പിലേക്ക് തുറന്നു വയ്ക്കുക. ദൈവം എങ്ങനെയാണോ മനുഷ്യന് സംരക്ഷണ കവചമായി തീരുന്നത്, അതുപോലെ മനുഷ്യൻ മറ്റുള്ള മനുഷ്യർക്കും സംരക്ഷണ കവചം ഒരുക്കണമെന്ന് ഈ ലേഖനത്തിലൂടെ എഴുത്തുകാരി ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം പാപിക്കും അഭയമാണ്. സഹോദരൻ്റെ ജീവനെടുത്ത കായേന് നെറ്റിയിലെ ഒരു മുദ്ര ചാർത്തി അവിടുന്ന് സംരക്ഷണം ഉറപ്പുവരുത്തിയതുപോലെ മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ സംരക്ഷണ മുദ്രകൾ ചാർത്തി കൊടുക്കുവാൻ, ഏതൊരു സഹജീവിയോടും കാരുണ്യപൂർവ്വം പെരുമാറുവാൻ ഓരോ മനുഷ്യനും കടമയുണ്ട് എന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഈ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ട് തുടർന്ന് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ മേലുള്ള അവകാശങ്ങളെക്കുറിച്ചല്ല, ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മൾ എന്തിനോടൊക്കെ ബന്ധപ്പെടുന്നുവോ അവരുടെയൊക്കെ സംരക്ഷകരാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ മാത്രമല്ല, പുല്ലും പൂവും പുഴുവും കിളിയുമൊക്കെ ഉൾപ്പെടുന്ന പ്രകൃതിയും അതിൽപ്പെടുന്നുണ്ട്. മനുഷ്യനെ ദൈവം ആദിയിൽ ഏൽപ്പിക്കുന്ന ഏക ചുമതല അതാണ്. ഏദൻ തോട്ടം കൃഷി ചെയ്യുവാനും സംരക്ഷിക്കുവാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണത്. ദൈവത്തെ പോലെ മറ്റുള്ളവർക്ക് സംരക്ഷണ കവചമായി മാറാൻ ഓരോ മനുഷ്യനും കടമയുണ്ട് എന്ന് ഈ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് എഴുത്തുകാരി. ഒരാൾക്ക് കാവലാവുകയെന്നാൽ അയാൾക്ക് ഇടയനായിരിക്കുക എന്നുതന്നെയാണ് സാരം.
പല തലങ്ങളിൽ നമ്മൾ സഹോദരന് കാവൽ നിൽക്കേണ്ടതുണ്ട്. അവരൻ്റെ ജീവൻ്റെയും സ്വകാര്യതയുടെയും സൽപ്പേരിൻ്റെയും നന്മയുടെയും ഒക്കെ കാവലാളാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യനോളം കരുതൽ ആവശ്യമുള്ള വേറൊരു സൃഷ്ടിയും ഭൂമിയിലില്ല. എത്രയോ പേരുടെ കരുതലിലും കാവലിലുമാണ് നമ്മുടെ ഈ ചെറിയ ജീവിതം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. തീർച്ചയായും എത്രയോ ആഴമേറിയൊരു ചിന്തയാണ് ഈ എഴുത്തുകാരി നമുക്ക് മുമ്പിലേക്ക് തുറന്നു വയ്ക്കുക. ജീവിതത്തിൽ നമ്മൾ എത്രമേൽ നിസ്സാരരാണ് എന്നൊന്ന് ധ്യാനിച്ചു നോക്കിയാൽ പോരെ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതയെ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ. മറ്റുള്ളവരിലേക്ക് ദൈവത്തെ പോലെ കരുതലിൻ്റെ കരം നീട്ടേണ്ട നമ്മൾ അതിന് മുതിരാത്തതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ഈ എഴുത്തുകാരി. അവകാശം എന്ന പേരിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു ലേഖനം ഈ പുസ്തകത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്ഥാപിച്ചെടുക്കുന്ന ചില അവകാശങ്ങൾ എത്രമേൽ വലിയ ആത്മീയ അപകടമാണ് നമുക്ക് മുമ്പിലേക്ക് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പായി ഈ ലേഖനം മാറുകയാണ്. എളിമയുടെ പാഠങ്ങൾ ശീലിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഈ ലേഖനത്തിൻ്റെ ആകത്തുക. നമുക്കൊരു വിചാരമുണ്ട്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില അവകാശങ്ങൾ കൂടി പതിച്ചു കിട്ടുന്നുണ്ടെന്ന്. അത്തരം വിചാരം എന്തുമാത്രം പിരിമുറുക്കമാണ് നമ്മുടെ ജീവിതത്തിന് നൽകുന്നതെന്ന് അറിയാമോ? അർഹതയില്ലാത്തവരുടെ മേലുള്ള ആരുടെയൊക്കെയോ കടന്നുകയറ്റങ്ങളാണ് ഈ ഭൂതലത്തിനുമീതെ ഇന്നോളം മുഴങ്ങിയിട്ടുള്ള വിലാപങ്ങൾക്ക് ഒരു പ്രധാന കാരണം. ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എത്രയോ സത്യമുള്ളൊരു വസ്തുതയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. പലപ്പോഴും നമ്മൾ ഏറ്റെടുക്കുന്ന ചില ഉത്തരവാദിത്വങ്ങളുടെ പേരിൽ നമ്മൾ മറ്റുള്ളവർക്ക് മേൽ ചില അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. എല്ലാ അധികാരത്തിനും സംഭവിക്കുന്ന ഒരു അപജയമാണ് ഇതെന്ന് വളരെ കൃത്യതയോടുകൂടെ ഈ എഴുത്തുകാരി പറഞ്ഞു വയ്ക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അധികാര സങ്കല്പങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ അധികാര സങ്കല്പങ്ങളെ ഒന്ന് ധ്യാന വിചിന്തനത്തിന് വിധേയമാക്കുമ്പോഴാണ് അധികാരമെന്നാൽ യഥാർത്ഥത്തിൽ ശുശ്രൂഷയാണ് എന്നുള്ള മനോഭാവത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമുക്ക് ലഭിക്കുന്ന അധികാരങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് മേൽ അധീശത്വം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ്. അത് വലിയൊരു അപകടത്തിലേക്ക് നമ്മളെ വഴി നടത്തും എന്ന് ഈ ലേഖനത്തിലൂടെ ഗ്രന്ഥകർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിനോട് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സ്വയം ചെറുതാകലാണ് ഏറ്റവും വലിയ വളർച്ച എന്ന്. ക്രിസ്തുവിൻ്റെ അധികാര സങ്കല്പം എപ്പോഴും അങ്ങനെയായിരുന്നു, മറ്റുള്ളവർക്ക് ദാസനായി തീരുക, ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള അവബോധത്തിലൂടെ ഒരു പുതിയ അധികാര സങ്കല്പം ക്രിസ്തു മുമ്പോട്ട് വയ്ക്കുകയാണ്. ഈ ലേഖനത്തിലൂടെ ഈ എഴുത്തുകാരി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നമ്മുടെ അധികാരങ്ങളിലൂടെ എപ്പോഴെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് മേൽ അധീശത്വത്തിൻ്റെ സ്വഭാവം പുലർത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മീയ അപകടത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കുമെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലായി ഈ ലേഖനം മാറുകയാണ്. ഇത്ര ചെറുതാകാൻ എത്ര വളരണം എന്നുള്ള ആ പാട്ടിലെ ഈരടികൾ ഹൃദയത്തിൽ വലിയൊരു ആത്മീയ യാഥാർത്ഥ്യമായി മുഴങ്ങുകയാണ് ഈ ലേഖനത്തിലെ വരികളിലൂടെ. താൻ മറ്റൊരാൾക്കു മീതെയാണ് എന്ന് കരുതി തുടങ്ങുന്നിടത്താണ് ഒരാൾക്കുള്ളിൽ ഈ അവകാശബോധങ്ങളുടെ ആദ്യ വിത്തുപാകുന്നത് എന്ന് എഴുത്തുകാരി പറയുകയാണ്. അതുകൊണ്ട് അധികാര രൂപങ്ങളോട് കലഹത്തിൽ ഏർപ്പെട്ടവനാണ് ക്രിസ്തുവെന്നും ക്രിസ്തുവിൻ്റെ അധികാര സങ്കല്പങ്ങളാണ്, ശുശ്രൂഷാധിഷ്ഠിതമായ അധികാര സങ്കല്പങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നും ഈ ലേഖനത്തിലൂടെ ഗ്രന്ഥകർത്താവ് പറഞ്ഞു വയ്ക്കുന്നു. ക്രിസ്തു ഈ അധികാര സങ്കല്പങ്ങളെ കീഴ്മേൽ മറിച്ചു. ദൈവത്തെ പിതാവായി പരിചയപ്പെടുത്തിക്കൊണ്ട് മനുഷ്യബന്ധങ്ങളെ പുനർനിർവചിച്ചു. നിങ്ങൾ ഗുരുവെന്ന് വിളിക്കപ്പെടരുത്, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. നേതൃത്വം ശുശ്രൂഷിക്കപ്പെടാനുള്ളതല്ല, ശുശ്രൂഷിക്കാനുള്ളതാണെന്ന് അവൻ പഠിപ്പിച്ചു. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരുമെന്നുള്ള വിഭജിക്കപ്പെടാനുള്ളതല്ല മനുഷ്യബന്ധങ്ങൾ, മറിച്ച് ഉടപ്പിറന്നവരെ പോലെ കഴിയാനുള്ളതാണ് എന്ന് ഈശോയുടെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുവെന്ന് ഹൃദയസ്പർശിയായ ഭാഷയിൽ ഈ എഴുത്തുകാരി ഇവിടെ എഴുതി വയ്ക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ അധികാര സങ്കല്പങ്ങൾ ഏതു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ അധികാര സങ്കല്പങ്ങളെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ ഒരു ക്രൈസ്തവനായ വ്യക്തി എന്ന നിലയിൽ നമ്മൾ പരാജയമാണ് എന്ന് നമ്മൾ മറന്നുകൂടാ. മറ്റൊരു ലേഖനം കടപ്പാടുകളെക്കുറിച്ചാണ്. വളരെ കുറച്ചു കാര്യങ്ങളെ ജീവിതത്തെ മനോഹരമാക്കുന്നുള്ളൂ. അതിലൊന്ന് നിശ്ചയമായും ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ചില കടങ്ങൾ അവശേഷിപ്പിക്കുവാൻ
കഴിയുക എന്നതാവണം എന്ന് ഈ ലേഖനത്തിലൂടെ എഴുത്തുകാരി പറയുകയാണ്. മനുഷ്യൻ്റെ ഏറ്റവും മോശപ്പെട്ട വിചാരങ്ങളിലൊന്നായിരിക്കണം എനിക്കെന്തു നേട്ടമുണ്ട് എന്നുള്ളത്. എത്ര നല്ല കാര്യമായാലും പ്രതിഫലം മോഹിച്ചാവുമ്പോൾ അതിൻ്റെ തിളക്കം കെടുന്നുവെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. പലപ്പോഴും നമ്മളൊരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അതിലൂടെ എനിക്കെന്ത് ഗുണം ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുക. എന്നാൽ മറ്റുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ ചില കടപ്പാടുകളെ അവശേഷിപ്പിച്ച് ഞാനൊന്നും ചെയ്തില്ല, ഞാനായിട്ട് മറ്റുള്ളവർക്കൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എളിമയോടുകൂടെ കടന്നു പോകാൻ ഒരു മനസ്സുണ്ടെങ്കിൽ എത്രയോ വലിയ ഒരു ആത്മീയ മൂല്യമാണ് അതിലൂടെ സഫലമാകുന്നത് എന്ന് ഈ ഗ്രന്ഥത്തിലൂടെ ഈ എഴുത്തുകാരി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കണക്കു പറച്ചിലുകളില്ലാത്ത ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാവത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കണമെന്ന് ഈ ലേഖനത്തിലൂടെ അവർ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ മാത്രമല്ല, ചില ആളുകൾ നമ്മളെയും അങ്ങനെ മടുപ്പിക്കുന്നില്ലേ? ചെയ്ത കാര്യങ്ങളുടെ പട്ടിക എണ്ണിപ്പറഞ്ഞ് ചിലർക്ക് അതൊരു നേരം പോക്കാണ്. അതൊരു കൗതുകത്തോടെ കേട്ടിരിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അങ്ങനെയുള്ള കണക്ക് പറച്ചിലുകൾ ഏറ്റവും പരിഹാസ്യവും നിന്ദ്യവുമാകുന്നത് സ്വന്തം വീട്ടകങ്ങളിൽ നിന്ന് മുഴങ്ങി തുടങ്ങുമ്പോഴാണ്. പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരോട് പോലും കണക്ക് പറയുന്ന, ഞാൻ ചെയ്ത നന്മകളുടെ പേരിൽ കണക്ക് പറയുന്ന ഒരു മോശം പ്രവണത ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലേഖനം. ദൈവാന്വേഷണത്തിൻ്റെ പാതയിലും കണക്കുകൂട്ടലുകൾ നമ്മെ എങ്ങുമെത്തിക്കില്ല. ആത്മീയതയുള്ള പുരോഗതി അളക്കാൻ നോക്കുന്നത് മണ്ണിൽ കുഴിച്ചു വച്ച ഒരു ചെടി വേരു വന്നോ എന്ന് കൂടെ പരിശോധിക്കുന്നിടത്തോളം മണ്ടത്തരമാണ് എന്ന് ആത്മീയ ആചാര്യന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് ഈ ലേഖനത്തിൽ ഗ്രന്ഥകർത്താവ് കുറിക്കുന്നു. സ്നേഹത്താൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും കണക്കു പറയുവാൻ സാധിക്കുകയില്ല എന്നും ഈ ലേഖനം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തോടായാലും മനുഷ്യനോടായാലും ബന്ധങ്ങളെ ലാവണ്യമുള്ളതാക്കുന്നത് സ്നേഹവും സമർപ്പണവുമാണ്. അതുകൊണ്ട് കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തെ പരിചിന്തന വിധേയമാക്കുവാനും മറ്റുള്ളവരോട് ഹൃദയത്തിൽ സ്നേഹഭാവങ്ങളിലൂടെ ഇടപെട്ടുകൊണ്ട് നമ്മൾ ചെയ്ത നന്മയുടെ കണക്കുകൾ സൂക്ഷിക്കാതെ ജീവിതത്തിൽ ക്രിസ്തുമാർഗം പിന്തുടരുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഈ പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പം അവതരിപ്പിക്കുന്ന ലേഖനമാണ്. നമ്മൾ കാണുന്നതിനും അപ്പുറം മറ്റൊരു ലോകമുണ്ടെന്നാണ് ക്രിസ്തു നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ദൈവരാജ്യം എന്ന പദം കൊണ്ട് അതിനെ അവൻ വിശേഷിപ്പിച്ചു. ഒരേ ഒരു പ്രാർത്ഥനയെ ക്രിസ്തു പഠിപ്പിച്ചുള്ളൂ. അതിലും അവിടുന്ന് ഊന്നൽ നൽകുന്നത് ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കണമെന്നാണ്. അത് മരണശേഷം മാത്രം ലഭിക്കാൻ പോകുന്ന മറ്റേതോ ലോകമാണെന്ന ധാരണയും അവൻ തിരുത്തി. അങ്ങനെ ചില ധാരണകളോടെ അവനെ സമീപിച്ച മനുഷ്യരോട് അവൻ പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അതുവരെ നിഗൂഢമെന്ന് കരുതിയിരുന്ന ഒന്ന് നമുക്ക് തൊട്ടറിയാവുന്ന വിധം അടുത്തുണ്ടെന്നാണ് ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, ഈ ലേഖനങ്ങളുടെ എല്ലാം ഒരു പൊതു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ അത് കുറച്ചുകൂടി മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ആധ്യാത്മികതയെ നവീകരിക്കാൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ശോഭ കെട്ടുപോകുമ്പോൾ സിസ്റ്റർ ശോഭയുടെ ഈ പുസ്തകം നമ്മളെ പുതിയ പ്രകാശത്തിലേക്ക് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജീവിതത്തിൻ്റെ ആർദ്രഭാവങ്ങളെ, അതിൻ്റെ പച്ചപ്പിനെ വീണ്ടെടുക്കുവാനുള്ള ക്ഷണമാണ്, ഒരു സ്നേഹ ക്ഷണമാണ് ഈ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായത്തിലും ഉള്ളടങ്ങിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ മനസ്സിനെ ആർദ്രതയുള്ളതാക്കുവാനും കരുണയുള്ളതാക്കുവാനും ഈ പുസ്തകത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളുടെ ആധ്യാത്മിക വായനയിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു പുസ്തകമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ എന്നും പച്ചപ്പുള്ളതാക്കി മാറ്റുവാൻ ഓരോ പുസ്തകത്തിൻ്റെ വായനയും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായനയുടെ ലോകത്തിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ആത്മീയ ഗ്രന്ഥവുമായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടെ നന്ദി, നമസ്കാരം.